ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളവാണി ഒരുക്കുന്ന നോൻപുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, തപസ്സിൻ്റെ ഈ നാൾ വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ഒറ്റ എന്നതാണ്. ഒറ്റ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒറ്റുകാരനായ യൂദാസിൻ്റെ ചിത്രമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. യൂദാസിൻ്റെ ഈ ഒറ്റിനെ മനുഷ്യരക്ഷയുടെ ആദ്യ പടി എന്ന് പറയാം. തന്നെ സ്നേഹിച്ച് തന്നെ ചേർത്ത് നിർത്തിയ തൻ്റെ ഗുരുവായ യേശുവിനെ കൊല്ലുവാനായിട്ട് ഒരു കുറുക്ക് വഴി കാണിച്ചു കൊടുക്കുകയായിരുന്നു ആ ഒറ്റിലൂടെ. ഒരു നാണയത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ പോലെയാണ് യൂദാസിൻ്റെ ഒറ്റിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു വശത്ത് നിഷ്കളങ്കനായ യേശു, മറുവശത്ത് യൂദാസ്. മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യൂദാസ് ഒരു ഉപകരണമായി മാറി. വെറും 30 വെള്ളി നാണയങ്ങൾക്ക് വേണ്ടിയാണ് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തത്. മത്തായി 26:49 നാം കാണുന്നു, സ്നേഹത്തിൻ്റെ അടയാളമായ ചുംബനത്തിലൂടെയാണ് ഈ ഒറ്റ് പൂർണ്ണമാകുന്നത്. തന്നെ സ്നേഹിച്ച് 3 വർഷക്കാലത്തോളം തന്നോടൊപ്പമായിരുന്ന ഈശോയുടെ ആ നിഷ്കളങ്ക സ്നേഹത്തെ മനസ്സിലാക്കാതെയും കരുണയുള്ള സ്നേഹത്തെ തിരിച്ചറിയാതെയും യാതൊരു പാപബോധമോ അനുതാപമോ ഇല്ലാതെ സ്വയം ജീവനൊടുക്കി എന്നാണ് വേദപുസ്തകത്തിൽ നാം കാണുന്നത്. ഒറ്റിൻ്റെ കയ്പുനീർ അനുഭവിച്ച യേശുവിൻ്റെ മനോഭാവം സ്നേഹം മാത്രമാണ്. യൂദാസ് നൽകിയ വഞ്ചനയുടെ ചുംബനം ഏറ്റുവാങ്ങുന്നതിലൂടെ ഒറ്റുകാരനായ തൻ്റെ അരുമശിഷ്യനെ ഒരിക്കൽ കൂടി തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയായിരുന്നു. ഒപ്പം നടന്നവൻ ഒറ്റിക്കൊടുത്തപ്പോഴും ചങ്ക് പിടയുന്ന വേദന അനുഭവിച്ചുകൊണ്ട് സ്നേഹിത എന്ന് വിളിച്ച് സ്നേഹത്തിൻ്റെ പര്യായമായി മാറി. യേശുവിൻ്റെ ഈ മാതൃക നമുക്കും അനുകരിക്കാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കുമുണ്ടാകാം സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ നമ്മോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മെ തള്ളി നീക്കുന്ന കൊച്ചു കൊച്ചു യൂദാസുമാർ. ഓർക്കുക, ആ ഒറ്റിൻ്റെ പിന്നിലെ സഹനത്തെ നാം ക്ഷമയോടുകൂടെയും ദൈവഹിതമായും കരുതിയും ജീവിക്കുമ്പോൾ. മാനസാന്തരത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെയും ഒരു കാലഘട്ടമാണല്ലോ ഈ നോൻപുകാലം. നമുക്കും പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടുമുള്ള ഒറ്റിക്കൊടുക്കലുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉറ്റ സ്നേഹിതർ പോലും നമുക്ക് കെണിയൊരുക്കുന്നതും നമ്മെ കെണിയിലാക്കുന്നതും അതുപോലെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അപരനെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ടും സ്വയം മുന്നേറാൻ നോക്കുന്നത് ആധുനിക ജീവിതത്തിലെ ഒറ്റുകളാണ്. അനുതാപത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഈ സുദിനങ്ങളിൽ പുതിയൊരു സൃഷ്ടിയാകാൻ ശ്രമിക്കാം. സുഖസൗകര്യത്തിന് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും മറ്റുള്ളവരെ ഒറ്റിക്കൊടുക്കാതെയും ഒറ്റപ്പെടുത്താതെയും ഈ ഭൂമിയിൽ ജീവിക്കാൻ ശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി ക്രൂശിതനായ യേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.